മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പഴയ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ കാട് കയറി നശിക്കുകയാണ്. ഒപ്പം സാമൂഹ്യവിരുദ്ധ ശല്യവും. ഈ സ്റ്റേഷന്റെ പഴയകാല പ്രൗഢി വീണ്ടെടുക്കണമെന്നാണ് ചരിത്ര സ്നേഹികളുടെ ആവശ്യം. എപ്പോഴും സജീവമായിരുന്നു മംഗളവനത്തിലെ പഴയ റെയിൽവേ സ്റ്റേഷൻ. 1902 ജൂലൈ 16 വൈദ്യുതി പോലുമില്ലാത്ത ഈ സ്റ്റേഷനിൽ ആദ്യ തീവണ്ടിയെത്തി. തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റാണ് റെയിൽവേ വികസനത്തിന് കൊച്ചി രാജാവ് പണം കണ്ടെത്തിയത്. കൊച്ചിയുടെ മുഖച്ഛായ മാറ്റിയ റോബർട്ട് ബിസ്റ്റോ 1920 ഈ സ്റ്റേഷനിലാണ് വണ്ടി ഇറങ്ങിയത്. പിന്നീട് മഹാത്മാഗാന്ധിയും ഇർവിൻ പ്രഭുവും തീവണ്ടി ഇറങ്ങിയതും ഇവിടെ തന്നെ. തീവണ്ടിപ്പാത നഗരത്തിലേക്ക് നീട്ടിയതോടെ റെയിൽവേ സ്റ്റേഷന് പ്രാധാന്യം കുറഞ്ഞു. ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ് ചരിത്രമുറങ്ങുന്ന പഴയ റെയിൽവേ സ്റ്റേഷൻ. സബർബൻ ട്രെയിനുകൾ ആരംഭിക്കുവാനുള്ള ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥലമാണത്. അവിടെ തുടങ്ങുന്ന വഴി വൈപ്പിൻ മേഖലയിലെയും ഞാറയ്ക്കൽ വല്ലാർപാട് മേഖലയിലെയും ആളുകൾക്ക് വളരെ സൗകര്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. മറ്റുള്ള അനേക ആയിരങ്ങൾക്ക് പ്രയോജനപ്രദമാണ്. ചരിത്ര സ്മാരകമായി സംരക്ഷിക്കപ്പെടേണ്ട പഴയ റെയിൽവേ സ്റ്റേഷനിൽ രാജകുടുംബത്തിന്റെ വിശ്രമകേന്ദ്രം, അപൂർവതകൾ നിറഞ്ഞ ട്രാക്ക്, എഞ്ചിനുകളിൽ വെള്ളം നിറയ്ക്കുന്ന സംവിധാനം, പെട്രോൾ മാക്സ് വിളക്കുകൾ തുടങ്ങി നിരവധി കൗതുകങ്ങൾ കാട് കയറി നശിക്കുന്നത് കാണാം. വല്ലാർപാടം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പഴയ റെയിൽവേ സ്റ്റേഷനും പ്രാധാന്യം കൈവരുമെന്ന പ്രതീക്ഷയിലാണ് കൊച്ചിക്കാരും ചരിത്ര സ്നേഹികളും. നഗരം അതിന്റെ പഴയ താളുകൾ ഓർക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ വികസനത്തിന്റെ പുതിയ പാളങ്ങൾ തേടിയാണ് ഈ യാത്രയും. ക്യാമറമാൻ സുഖീവിനൊപ്പം പ്രിൻസ് പി വർഗീസ്, ഇന്ത്യ വിഷൻ, കൊച്ചി. വയനാട് ചുരത്തിൽ വീണ്ടും മണ്ണിടിഞ്ഞതിനെ തുടർന്ന് വയനാട്ടിലേക്കുള്ള ബദൽ റോഡ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. പണ്ടുകാലത്ത് ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും ഉപയോഗിച്ച അതേ പാത തന്നെയാണ് ഇപ്പോഴും വയനാട്ടിലെത്താനുള്ള പ്രധാന മാർഗം. 3 ബദൽ റോഡ് പദ്ധതികൾ സംസ്ഥാന സർക്കാരിന് മുന്നിലുണ്ടെങ്കിലും ഇവ